സന്തോഷ്, കണ്ണൂരിൽ ഇന്നലെ ശക്തമായ മഴയായിരുന്നു. പലയിടങ്ങളിലും വലിയ കെടുതികൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ കാണാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താണ് ഇന്നത്തെ സാഹചര്യം? മഴയ്ക്ക് ശമനമുണ്ടോ? മനു, കണ്ണൂരിൽ ഇപ്പോൾ ഒരു പരക്കെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യമില്ല. ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് ശമനമുണ്ട്. എങ്കിൽ കൂടിയും മലയോര മേഖലയിലെല്ലാമുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യം തന്നെയാണ്. മഴ പൂർണ്ണമായും മാറിയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ രാത്രി മുഴുവനും അതിശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. രാവിലെ മുതൽക്കാണ് നേരിയ ശമനം മഴയ്ക്ക് ഇപ്പോൾ ഉള്ളത്. അതേസമയം തന്നെ കണ്ണൂർ ജില്ലയിൽ 2 ദിവസങ്ങളിലായി മഴ തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശവും എല്ലാം തന്നെ ജില്ലാ ഭരണകൂടവും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സ്വീകരിച്ചിട്ടുണ്ട്. താലൂക്കുകളിൽ കൺട്രോൾ റൂമുകൾ തുറക്കുകയും ആവശ്യമായ അത്യാവശ്യ സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകളും മറ്റു കാര്യങ്ങളും നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ ചില മേഖലകൾ, പ്രത്യേകിച്ചും ഇരിട്ടി താലൂക്കിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, അവിടെ മഴക്കാലത്ത് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലും എല്ലാം സാധ്യതയുള്ള നിരവധി പ്രദേശങ്ങളുണ്ട്. ഈ മേഖലകളിൽ കനത്ത ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. മുൻവർഷങ്ങളിൽ ഉണ്ടായ കാലവർഷങ്ങളിൽ ഈ മേഖലകളിൽ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലും കാരണം നാശനഷ്ടങ്ങളും ആളപായങ്ങളും ഉണ്ടായ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവരെ ആരെയും മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മഴയിലും അതോടൊപ്പം തന്നെ കനത്ത കാറ്റും കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇന്നലെ വൈകുന്നേരവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി കൃഷിനാശം, റബ്ബർ, വാഴ, കവുങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് പല മേഖലയിലും നാശം സംഭവിച്ചിട്ടുണ്ട്. പാനൂർ ചൊക്ലി മേഖലയിൽ ശക്തമായ കാറ്റ് 2 ദിവസങ്ങളിലായി തുടരുന്നുണ്ട്. മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധം തകരാറിലാവുകയും അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ പയ്യന്നൂർ, കാനായി ഉൾപ്പെടെയുള്ള മേഖലകൾക്കും ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കാറ്റിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഈ ഇരിട്ടി താലൂക്കിൽ ഉൾപ്പെടുന്ന മലയോര മേഖലയിൽ, അതോടൊപ്പം തന്നെ കണ്ണൂരിലെ ചെറുപുഴ, ആലക്കോട് ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ ഈ പറയുന്ന ജാഗ്രതയിൽ തന്നെയാണുള്ളത്. തീരദേശ മേഖല ഉൾപ്പെടുന്ന തലശ്ശേരി താലൂക്കിലും കണ്ണൂരിലും നേരിയ തോതിലുള്ള കടൽക്ഷോഭമുണ്ട്. എന്നാൽ കടൽക്ഷോഭം ഇതുവരെ മുൻ കാലവർഷങ്ങളെ അപേക്ഷിച്ച് അതുവരെ ശക്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നേരിയ തോതിലുള്ള കടൽക്ഷോഭം മാത്രമാണ് ഉള്ളത്. ബീച്ചുകളിൽ കടൽ കയറുന്ന സാഹചര്യമുണ്ട്. പയ്യാമ്പലത്ത് പുതുതായി സ്ഥാപിച്ചിട്ടുള്ള പുലിമുട്ട് കഴിഞ്ഞ ദിവസം കനത്ത തിരമാലയിൽ തകർന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ കനത്ത മഴക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴക്കെടുതികളുണ്ട്. മാത്രമല്ല മഴ പൂർണ്ണമായി വിട്ടുമാറിയ ഒരു സാഹചര്യം നിലവിലില്ല. മഴ പെയ്യാനുള്ള സാഹചര്യമാണ്. കാരണം മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് ജില്ലയിലെമ്പാടും ഉള്ളത്. മനു.